വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ ഈ ചേട്ടൻ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഒരു 4-5 പോയിന്റ് മുന്നിലോട്ട് പോകുമ്പോൾ നമ്മൾ ഈ അമ്പലത്തിലേക്ക് എത്തിച്ചേരും. ഇവിടെ കൊണ്ട് ഒരു ഉയർച്ച ഉണ്ടാവുമെന്ന് അത്രയ്ക്ക് വിശ്വാസമാണ്. അത്ര വിശ്വാസമാണ്. നമ്മളിപ്പോ ഏകദേശം അമ്പലത്തിന്റെ അമ്പലം എത്തി. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിന്റെ ദേവിയാണ്. ഐശ്വര്യത്തിന്റെയാണ്. ഇവര് നാരായണൻ എന്ന് പറയുമ്പോൾ സർവേശകാരകനാണ്, സർവ്വദോഷങ്ങളും അകറ്റുന്നവൻ. ഇത് രണ്ടും കൂടെ ഒരുമിച്ചുള്ള ശക്തി എന്ന് പറയുന്നത്. പിന്നെ ഇത്രയും മൂർത്തികൾ, ഭദ്രകാളി എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നാൽ മതി. പല പല അമ്പലങ്ങളിൽ പോകുന്നേക്കാളും ഇവിടെ വന്നാൽ മതി. ഒരു അനുഗ്രഹം ഉള്ള അമ്പലമാണെന്ന് എനിക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്നുണ്ട്. നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ്. പാരിപ്പള്ളി വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തെ കുറിച്ചുള്ള വാർത്തകൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഈ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലേക്കുള്ള എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളൊരു കാര്യത്തിലാണ്. പാരിപ്പള്ളി ജംഗ്ഷൻ, കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ അതിർത്തി പ്രദേശമായ പാരിപ്പള്ളി ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓട്ടോ, ബസ്സിൽ എത്തുന്നവർക്ക് ഒരു ഓട്ടോയെ സമീപിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അവിടെ എത്താം? ചേട്ടാ നമസ്കാരം, എന്താണ് പേര് ചേട്ടൻ്റെ? സുരേഷ് എന്നാണല്ലേ? ചേട്ടാ ഇവിടെ ഒരു അടുത്തൊരു അമ്പലം ഉണ്ടല്ലോ, വവ്വാക്കുന്നമ്പലം. ഈ വവ്വാക്കുന്നമ്പലത്തിലേക്ക് ഞങ്ങളെ എത്തിക്കാമോ? ഓക്കെ. എങ്ങനെ അവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇവിടുന്ന് കറക്റ്റ് 3 കിലോമീറ്റർ ഉണ്ട്. 3 കിലോമീറ്റർ ആണുള്ളത് അല്ലേ? അപ്പോൾ എല്ലാ ദിവസവും ആളുകളെയൊക്കെ കൊണ്ടുപോകുന്നതാണോ? എല്ലാ ദിവസവും ആളുകൾ വരുന്നുണ്ട് അല്ലേ? വരുന്നുണ്ട്. ഓക്കെ. 3 കിലോമീറ്റർ പോകുന്നതിന് എത്ര രൂപ ചാർജ്? 90 രൂപയാണ് മേടിക്കുന്നത്. 90 രൂപയാണ്. അപ്പൊ നമ്മളെന്ന് അവിടെ എത്തിക്കാമോ? എത്തിക്കാം. ശരി. ഇത് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തു നിന്നൊക്കെ ഇവിടെ ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റും ഒക്കെ നിർത്തുന്ന സ്ഥലമാണല്ലേ? വണ്ടി നിർത്തും. ഇവിടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. കൊല്ലമുണ്ട്, പരവൂരുണ്ട്, വർക്കലയുണ്ട്. അപ്പൊ ഈ പരവൂര് വരുന്നവർക്കും കൊല്ലം ഭാഗത്തു നിന്ന് വരുന്നവർക്കും എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓട്ടോയിൽ പോകാനുള്ള സൗകര്യമുണ്ട്. ഈ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ ഓട്ടോ ഉള്ളത്. ഇതിപ്പോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഏത് റൂട്ടാണ്? ഇത് പരവൂർ റൂട്ടാണ്. ഇത് നമ്മൾ പാരിപ്പള്ളിയിൽ നിന്ന് പരവൂർ റൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് ഒക്കെ ഉള്ളത്. മെഡിക്കൽ കോളേജ്. ഈ കൊല്ലം മെഡിക്കൽ കോളേജ് ഇവിടെയാണ് അല്ലേ? ശരി. അപ്പൊ ഈ നമ്മുടെ ഈ ക്ഷേത്രം വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രം ഈ റൂട്ടിൽ തന്നെയാണുള്ളത്. ഇവിടെ നിന്നാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത്. ഇവിടെ നിന്നാണ് തിരിഞ്ഞു പോകുന്നത്. ഇത് ഏതാ ജംഗ്ഷൻ? ഇത് മയിലാടുംപാറ എന്ന് പറയും. ഈ ജംഗ്ഷന് മയിലാടുംപാറ എന്നാണ്. അപ്പൊ ചേട്ടാ നമ്മളിപ്പോ പാരിപ്പള്ളിയിൽ നിന്ന് പരവൂര് റൂട്ടിലോട്ട് വന്നു. അപ്പൊ ഒരു ഏകദേശം 250 മീറ്റർ ആയോളം തോന്നുന്നു. മയിലാടുംപാറ എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഇടതോട്ട്, അതായത് നമ്മൾ നേരെ പോയാൽ മെഡിക്കൽ കോളേജാണ്. ഇടതോട്ട് കയറി, ഈ ഇടതോട്ട് കയറുമ്പോ ഇവിടെ ഈ ഗ്യാസ് ലോറികളൊക്കെ പോകുന്നു. ഇവിടെ ഗ്യാസ് ഓടമുണ്ട്. ഇവിടെ ഈ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഗ്യാസ് പ്ലാന്റ് ഉണ്ടല്ലേ? അപ്പൊ ഈ പ്ലാന്റിന്റെ റോഡിലൂടെയാണ് നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇനിയിപ്പോ ഏകദേശം ഒരു അമ്പലത്തിലെത്താൻ 2 കിലോമീറ്റർ വരുമോ? 2 കിലോമീറ്റർ 2 പോയിന്റും വരും. അപ്പൊ ഒരു 3 കിലോമീറ്ററിനകത്ത് മാക്സിമം കറക്റ്റ് പറഞ്ഞ ഒരു 2.25 കിലോമീറ്റർ വരും അല്ലേ? അപ്പൊ നമ്മൾ ഈ റോഡിലൂടെ സഞ്ചരിച്ച് പോവുകയാണ്. ഇത് ഗ്യാസ് പ്ലാന്റിലേക്കുള്ള വഴിയാണ്. ഈ ഗ്യാസ് പ്ലാന്റിലേക്കാണ് ഈ ഗ്യാസ് നിറച്ച ലോറികളൊക്കെ പൊക്കോണ്ടിരിക്കുന്നത് അല്ലേ? ചേട്ടനിവിടെ എത്ര നാളായിട്ട് ഓട്ടോ ഓടുന്നു? ഞാൻ ഒരു 8 മാസം വണ്ടി ഓടുന്നതാണ്. 8 മാസമായിട്ട് ഓടുന്നുണ്ട്. ഇവിടെ അമ്പലത്തിൽ ഓടുന്നുണ്ട്. ഈ അമ്പലത്തിലേക്ക് തന്നെ കൂടുതൽ ഓട്ടങ്ങളൊക്കെ വരുന്നത്. ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് മെഡിക്കൽ കോളേജിലേക്കും ഈ അമ്പലത്തിലേക്കും ആയിരിക്കും അല്ലേ? അമ്പലത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പാരിപ്പള്ളി സ്റ്റാൻഡിൽ ഇപ്പൊ വരുന്നത്. അപ്പൊ ഈ ഒരു കഴിഞ്ഞൊരു 1-2 വർഷമായിട്ടാണ് ഇവിടെ കൂടുതലായിട്ട് ആളുകളൊക്കെ എത്തി തുടങ്ങിയത് അല്ലേ? എവിടെ നിന്നൊക്കെയാണ് ചേട്ടാ കൂടുതൽ ആൾക്കാർ വരുന്നത്? കണ്ണൂര്, കാസർഗോഡ്, എറണാകുളം, കോട്ടയം, പാലക്കാട്, ഇങ്ങനെ എല്ലാ വഴിയും എല്ലാം ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഞങ്ങൾ പോയപ്പോ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു. തമിഴ്നാട്ടിലും ഉണ്ടല്ലേ? ഒരുപാട് കണ്ണൂര്, മംഗലാപുരം, ഗോവയിൽ ആളുകൾ വരുന്നുണ്ട്. ആവശ്യം പോലെ ആൾക്കാർ വരുന്നുണ്ട്. കൊച്ചിക്ക് സുഖമില്ലാത്ത വരും, കാല് വയ്യാത്ത വരും, എല്ലാം വന്നപ്പോ ഒരുപാട് ജനങ്ങൾ വണ്ടിയിരിക്കുന്ന ജനങ്ങൾ പറയുന്നതാണ്. തൊഴുത് കഴിഞ്ഞാൽ വെളിയേക്കുന്നുണ്ട് പറയുന്നതാണ് അത് പറയുന്നത്. എനിക്കതേ അറിയാവൂ. ഞാൻ അവിടെ വണ്ടി ഓടി, ഞാൻ അമ്പലത്തിൽ തൊഴുകയും ചെയ്യും. കുഴപ്പമൊന്നുമില്ല. അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കാറില്ല. ഉണ്ട്, അവിടെ പോകും. ഞാൻ അവിടെ മാമന്റെ ഒറ്റ കഴിവ് തന്നെ അമ്പലം പോണത്. ഈ ലക്ഷ്മി നാരായണ ക്ഷേത്രമാണ്. അപ്പൊ അങ്ങനെ അധികം ഒന്നും എവിടെ ഇല്ലാത്തതാണ്. കേരളത്തിൽ ഒരമ്പലം ഉള്ളെന്ന് തോന്നുന്നു. ഇവിടെ ഈ അമ്പലം ഒരൊറ്റ അമ്പലേ ഉള്ളു ഇവിടെ.
നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ പറ്റുന്നത് ഭൂമിയിൽ തന്നെ ലക്ഷ്മി നാരായണ പ്രതിഷ്ഠയുള്ള ഒരേ ഒരു അമ്പലം ആണെന്നാണ്. നമ്മളിപ്പോ അങ്ങോട്ടാണല്ലോ പൊക്കോണ്ടിരിക്കുന്നത്. ഈ നമ്മൾ ആദ്യമൊക്കെ അവിടെ വരുമ്പോ അവര് പറയുന്നത് ഈ വെള്ളി, ഞായർ, ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലാണ് ഇവിടെ ഏറ്റവും ജനം വരുന്നത്. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസങ്ങളിലും കൂടുതലായിട്ട് ആളുകളൊക്കെ എത്തി തുടങ്ങിയത്. പഴയ കണക്ക് നല്ല ആളായി വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെയും വൈകിട്ടും ഒക്കെ ആളുകൾ വരുന്നുണ്ടല്ലേ? നല്ല ആൾക്കാരുണ്ട്, സഹകരണങ്ങളെല്ലാം ഉണ്ട്, ഒന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങളിപ്പോ ഈ ഒരു ദിവസത്തിൽ തന്നെ ഏകദേശം ഒരു 10 പേരെങ്കിലും നിങ്ങളുടെ ഹോട്ടലിൽ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ചൊവ്വാഴ്ചയിലും നല്ല ഓട്ടങ്ങളുണ്ട്. ചില ദിവസങ്ങളിൽ ഓട്ടം കാണും, ചില ദിവസങ്ങളിൽ ഓട്ടം കാണത്തില്ല. വണ്ടി ഏറ്റവും കൂടുതൽ ദൂരെ വരുന്ന വണ്ടികളാണ്. ഈ അമ്പലത്തിന്റെ ഭാഗത്തോട്ട് ബസ് സർവീസ് കുറവാണല്ലോ? ബസ് സർവീസ് ഇല്ല. അതുകൊണ്ട് ഈ ഇവിടെ വരുന്നവർക്ക് കൂടുതൽ ഈ ഓട്ടോ പാരിപ്പള്ളി ഇറങ്ങിയാലും പലവിറങ്ങിയാലും ആട്ടോക്കാർക്ക് പൈസ ഓട്ടം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ 2 വണ്ടി ഉണ്ട്. ബാക്കി വണ്ടി പാരിപ്പള്ളി നിന്ന് നമ്മൾ തന്നെ ട്രിപ്പ് അടിച്ചുകൊണ്ടങ്ങ് ഉണ്ടാക്കും. ഇവിടെ 90 രൂപ വെച്ച് മേടിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 1 കിലോമീറ്റർ പിന്നിട്ട് ഇവിടെ ഈ ഗ്യാസ് പ്ലാന്റ് 1 കിലോമീറ്റർ കഴിഞ്ഞ് 2 കിലോമീറ്റർ ആവും. ഇപ്പൊ ഈ കാണുന്ന ഈ മതില് ഈ പാരിപ്പള്ളി ിലുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഗ്യാസ് പ്ലാന്റിന്റെ മതിലാണ് ഈ കാണുന്നത്. ഏറ്റവും കൂടുതൽ ഗ്യാസ് വണ്ടി തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്ലാന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ലോറികളൊക്കെ കാണാം അല്ലേ? ഇപ്പോ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോ ഇതൊരു പെട്രോൾ പമ്പാണ് അല്ലേ? ഇത് നമുക്കൊരു അടയാളമായിട്ട് പറയാൻ പറ്റത്തില്ല. ഈ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഗ്യാസ് പ്ലാന്റിനോട് ചേർന്നുള്ള ഒരു പെട്രോൾ പമ്പാണ്. അപ്പോ ഏകദേശം നമ്മളിപ്പോ ഈ അമ്പലത്തിന്റെ അടുത്തോട്ട് എത്താറായി. ഒരു 4-5 പോയിന്റ് ഓടിയാൽ മതി. ഒരു 5 പോയിന്റ് കൂടെ ഓടിയാൽ നമ്മൾ അവിടെ എത്തും. ഈ ഇത് ഇപ്പോ ഈ കാണുന്ന ഇവിടെ ഇത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഗ്യാസ് പ്ലാന്റിന്റെ ഒരു എൻട്രൻസ് ആണിത്. വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ ഈ ചേട്ടൻ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഒരു 4-5 പോയിന്റ് മുന്നിലോട്ട് പോകുമ്പോ നമ്മൾ ഈ അമ്പലത്തിലേക്ക് എത്തിച്ചേരും. ഈ ഒരു പക്ഷേ ആദ്യം ഒരു 2 വർഷം മുമ്പൊക്കെ 2-3 വർഷം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവർ മാത്രം പ്രാർത്ഥിച്ചിരുന്ന ഒരു അമ്പലമാണ് അല്ലേ? ഇപ്പോഴാണ് മുമ്പും വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഈ ഒരു ഭയങ്കര ഫ്ലോ ഉണ്ടായത്. ദൂരദേശങ്ങളിലൊക്കെ കൂടുതൽ ആൾക്കാർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞറിഞ്ഞ് ഉള്ള ഒരു പബ്ലിസിറ്റി ആണ്. ഇന്ന് ഉണ്ടാക്കി പത്തനംതിട്ട ഭാഗത്തേക്ക് ഉണ്ടാക്കിയായിരുന്നു, കോന്നിയിലുള്ള ഉണ്ടാക്കിയായിരുന്നു. നമ്മള് ഏകദേശം ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്. ഇവിടെ നിന്ന് വലതോട്ട് തിരിയണം അല്ലേ? ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡ് നമ്മള് മയിലാടും പറയുന്ന സ്ഥലത്ത് നിന്ന് കയറിയിട്ട് ഇതിപ്പോ ഇത് സ്ഥലം ഏതാ? മൈലവള എന്നുള്ള സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്നാണ് ഈ അമ്പലത്തിലേക്ക് തിരിഞ്ഞു കയറുന്ന വഴി അല്ലേ? ഈ അമ്പലത്തിലേക്കുള്ള ഒരു വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇതൊരു 250 മീറ്റർ വരുമോ ഇവിടുന്ന്? 2 പോയിന്റ് വരും അല്ലേ? 2 പോയിന്റ് എന്ന് പറയുമ്പോൾ 200 മീറ്ററിന്റെ അകത്ത് വരുള്ളൂ അല്ലേ? അപ്പൊ നമ്മളിപ്പോ ഏകദേശം അമ്പലത്തിന്റെ അമ്പലം എത്തി. അപ്പൊ ഇതാണ് ഈ നമ്മള് ഇപ്പൊ ഒരുപാട് ആളുകള് കഴിഞ്ഞ ഏതാനും 1-2 വർഷമായിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്മി നാരായണ ക്ഷേത്രം എന്ന ആ ഒരു അത്ഭുത ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഒരു വഴിയാണ് ഞങ്ങൾ പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്. പാരിപ്പള്ളി ജംഗ്ഷനിൽ നിന്നും നമ്മളൊരു ഓട്ടോയിൽ ആണ് ഈ അമ്പലത്തിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 2.2 പോയിന്റ് ഉള്ളതായിട്ടാണ് ഈ ഓട്ടോ ചേട്ടൻ. അതായത് 2 കിലോമീറ്ററും 200 മീറ്ററുമാണ് കൃത്യമായിട്ട് ഈ അമ്പലത്തിലേക്കുള്ള ദൂരമെന്നാണ്. ഞങ്ങളിപ്പോ ഈ അമ്പലത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതായാലും നമ്മളിപ്പോ പാരിപ്പള്ളിയിൽ നിന്ന് 2.2 കിലോമീറ്റർ പിന്നിട്ട് ഈ വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോ പാരിപ്പള്ളിയിൽ നിന്ന് ഈ ഓട്ടോയിലാണ് നമ്മളിവിടെ എത്തിയത്. ഇപ്പോൾ ഈ 2.2 കിലോമീറ്റർ പിന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ ഈ ഓട്ടോയ്ക്ക് എത്ര ചാർജ് ആയെന്ന് ആ ചേട്ടനോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ചേട്ടാ, ഈ ഇവിടേക്ക് ഇപ്പോൾ നിങ്ങള് ആളുകളെ കൊണ്ടെത്തിക്കുമ്പോൾ അതായത് 2.2 കിലോമീറ്റർ ആണ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഒരു എന്താണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നത്? ചാർജ് ചെയ്യുന്ന വെച്ചാൽ 3 കിലോമീറ്റർ പൈസ മേടിക്കുന്നത്. ഏകദേശം എത്ര രൂപ? ഒരു 90 രൂപ വരുമായിരിക്കും അല്ലേ? 90 രൂപ ഓട്ടോ ഉണ്ടല്ലേ? അപ്പോ ഈ ഒരു രീതിയിലാണ് ഈ ഒരു അത്ഭുത ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വ്യാഴം, വെള്ളി, ഞായർ, ചൊവ്വ ദിവസങ്ങളിലായിരുന്നു ആദ്യ സമയത്തൊക്കെ ഇവിടെ ധാരാളം ഭക്തർ എത്തിക്കൊണ്ടിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ ഒരു പ്രത്യേക ദിവസമൊന്നുമില്ല. എല്ലാ ദിവസവും ഇവിടെ ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്.
നമ്മൾ ഈ ക്ഷേത്രത്തിലെ ചില വിശേഷങ്ങളോടെ കാണിച്ച് ഇന്നത്തേക്ക് വിട വാങ്ങുകയാണ്. ഈ ക്ഷേത്രത്തിൽ ദിവസവും 100 കണക്കിന് ഭക്തർ എത്തുന്നു. പറഞ്ഞു കേട്ടും അറിഞ്ഞും ഒക്കെ എത്തുന്ന ഭക്തർ തങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഇവിടെ എത്തി ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടപ്പിലാകുന്നതാണ് സാക്ഷ്യപ്പെടുത്തുന്ന ചില ഭക്തരുടെ പ്രതികരണങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. എത്രാമത്തെ ആഴ്ചയാണ്? ഏഴാമത്തെ. ഒറ്റയ്ക്കാണോ അതോ വേറെ ആരെങ്കിലും? അപ്പൊ ഈ മുഖം കാണുമ്പോൾ തന്നെ അറിയാം മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നടന്നു കഴിഞ്ഞു. ഓ, എന്താണ് പറയാനുള്ളത് നമ്മുടെ ലക്ഷ്മി നാരായണനെ കുറിച്ച്? നടക്കും, വിശ്വാസമാണ്. വേറെ അയൽക്കാരോടും സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു ഇതിനെ കുറിച്ച്. ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് വരുന്ന ഹസ്ബൻഡിന്റെ 2 ആഴ്ച വന്നു. അല്ലാതെ 3 പൂജ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. എന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. വിഷമങ്ങളൊക്കെ കുറച്ചൊക്കെ മാറ്റമുണ്ട്. ഒരുപാട് പേര് പോസിറ്റീവായിട്ടൊക്കെ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഈ അമ്പലത്തിന് എടുത്ത് പറയത്തക്ക പ്രത്യേകത അല്ലേ? അവര് ഞങ്ങൾ ഫേസ്ബുക്ക് വഴി കണ്ടാ വന്നത്. ഞാൻ വർഷമായിട്ട് കാണുന്നായിരുന്നു, ഇപ്പം വന്നതാ. ഞാൻ ഇവിടുത്തെ വീഡിയോ കണ്ടാണൊക്കെയത്, മൊബൈലിൽ കൂടെ വീഡിയോ കൊണ്ട് എത്തി. ഉണ്ട്. എൻ്റെ കൊച്ചുമക്കൾക്ക് മാറ്റമുണ്ട്. തള്ളയും തന്തയും ഇല്ലാത്ത മക്കളാണ്. അവരെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അവർക്ക് ഒരുപാട് മാറ്റമുണ്ട്. പിന്നെ ഞങ്ങളെ വീടിനൊക്കെ ഒരു ഐശ്വര്യം വന്നാണെ കൊണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് പോസിറ്റീവാണ്. നല്ലതാണ്. നല്ല ഉയർച്ച ഇവിടെ കൊണ്ടുവരും, ഉയർച്ച ഉണ്ടാവുമെന്ന് അത്ര വിശ്വാസമാണ്. വിശേഷപ്പെട്ട പൂജയുടെ ആഴ്ചതോറും നടക്കുന്നു. ഈ ലക്ഷ്മി നാരായണ പ്രതിഷ്ഠ അത് നമ്മൾ ഈ മേഖലയിലൊന്നും അങ്ങനെ എങ്ങും കണ്ടിട്ടില്ല. ഞാനും എങ്ങും കണ്ടിട്ടില്ല. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിന്റെ ദേവിയാണ്. ഐശ്വര്യത്തിന്റെയാണ്. ഇവര് നാരായണൻ എന്ന് പറയുമ്പോൾ സർവേശകാരകനാണ്, സർവ്വദോഷങ്ങളും അകറ്റുന്നവൻ. ഇത് രണ്ടും കൂടെ ഒരുമിച്ചുള്ള ശക്തി എന്ന് പറയുന്നത്. പിന്നെ ഇത്രയും മൂർത്തികൾ, ഭദ്രകാളി എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്നാൽ മതി. പല അമ്പലങ്ങളിൽ പോകുന്നേക്കാളും ഇവിടെ വന്നാൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്ക് പിന്നെ കുറച്ച് ദൂരമുണ്ട്. ടീച്ചറാണ്. ഒരു അനുഗ്രഹം ഉള്ള അമ്പലമാണെന്ന് എനിക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്നുണ്ട്. എൻ്റെ അനുഭവം ഒരുപാട് ആൾക്കാർക്ക് എല്ലാ അത്രയും അനുഭവങ്ങൾ പറയുന്നുണ്ട്. നല്ല വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട്. ഒരു മനസ്സിന് സുഖമുണ്ട്, അസുഖങ്ങളൊക്കെ വളരെ കുറവുണ്ട്. ഞാനൊരു എനിക്ക് സ്റ്റോണിൻ്റെ പ്രശ്നമുണ്ട്. അത് ഏകദേശം 1.5 ലക്ഷം രൂപ കൊണ്ടേ പോവുള്ളൂ. PRSലാണ്. പിന്നെ ആ അസുഖം ഇപ്പോഴും വന്നു. അത് തനിയെ വെളിയിൽ പോയി. തനിയെ പുറത്തു പോയി. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ്. ക്യാമറമാൻ വിപിൻ വേണൂരിനൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.